കാപ്പ കാപ്പ സിനിമ സിനിമ സംബന്ധിച്ച് അതൊരു പരാജയപ്പെട്ട സിനിമയോ ഒന്നുമല്ല തിയേറ്ററിൽ. അതൊരു ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് അല്ല, ഞാൻ അങ്ങനെ പരാജയപ്പെട്ടല്ല അല്ല അങ്ങനെ വന്നില്ലെങ്കിലും, പക്ഷേ അതിനുശേഷം ഉണ്ടായ ട്രോളുകൾ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ നിങ്ങൾ ആലോചിക്കണമെങ്കിൽ 20 മിനിറ്റ് മുമ്പ് ഒരു ആ സിനിമയുടെ 20 അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പ് അതിൻ്റെ പ്രൊട്ടാഗണിസ്റ്റ് സെൻട്രൽ ക്യാരക്ടർ ഒരു വലിയ നടൻ പിന്നെ ഇല്ലാതാവുകയാണ് ആ സിനിമയിൽ. അത് കഴിഞ്ഞതിന് ശേഷം 2 സ്ത്രീകൾ ഈ സിനിമയെ മുമ്പോട്ട് നയിക്കാനായി ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് വ്യാപകമായിട്ട് ഇത് ചെയ്യപ്പെടുന്നത്. അതിലെ ഗുണ്ടകൾ ഈ മട്ടിൽ പെരുമാറണം, ഇല്ലെങ്കിൽ സ്ത്രീകളാണ് അവർ ഗുണ്ടകളാണെന്ന് പോലും നമ്മൾ എഴുതുന്ന എന്നുള്ളതിലേക്കല്ല. അത് ഓരോ അവസ്ഥകളിൽ നമ്മൾ ഇത് ചെയ്യുന്ന കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളും മറ്റുമാണ്. അപ്പോൾ നമ്മൾ നിയതമായ ഒരു പാതയിൽ നിന്ന് മാറി അത് ആ ആർട്ടിസ്റ്റ് വളരെ 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 ഒരു സാധാരണഗതിയിൽ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞും മുമ്പ് ഞാൻ കൊല്ലപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹം ധൈര്യപൂർവ്വം, ആ പ്രധാന നടൻ ധൈര്യപൂർവ്വം സമ്മതിച്ച ഒരു സംഗതിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ ടേക്ക് ഓൺ ചെയ്യുന്നത് 2 ലേഡീസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിന് മേലുണ്ടാകുന്ന അസഹിഷ്ണുതകൾ എങ്ങനെ സംഭവിക്കുന്നു? അത് സ്ത്രീകളല്ല ആ ട്രോളുകൾ ഉണ്ടാക്കിയത്. ട്രോളുകൾ ഉണ്ടാക്കിയ ആരാണ്? പുരുഷന്മാരാണ് മൊത്തം. അതിൻ്റെ പിന്നിൽ ഇത് ചെയ്യുന്നതും എല്ലാം ഈ അപ്രമാദിത്വത്തിനെ എന്തുകൊണ്ട് ഇവിടുത്തുള്ള ബാക്കി എല്ലാ തരങ്ങളിലും ബുദ്ധിപരമായ കൊണ്ടാണെങ്കിലും ബാക്കിയുള്ള എല്ലാ ശേഷിയിലും അവർ ഐക്യം കൊണ്ടാണെങ്കിലും എല്ലാം കിടപിടിക്കുന്ന സ്ത്രീകൾ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുകയോ ഇങ്ങനെയുള്ള ഓരോ നിസ്സാരം ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം ചോദ്യങ്ങൾ ഇതിൻ്റെ ഉത്തരങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. സിനിമ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടതാണ്. കാര്യം അതതിൻ്റെ ഒരു മുഖമായി ഈ നമ്മുടെ സമൂഹത്തിന് മുഖമായി നിൽക്കുന്ന ഒരു കാര്യമാണ് സിനിമ. അതുകൊണ്ട് സിനിമ ചർച്ച ചെയ്യുന്നത് നമ്മളുടെ സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെയാണ്. ഒരുപാട് ക്ലിയർ ആവാനുള്ള ഒരു സ്ഥലമാണ് ഇത്. അത് സമൂഹം ക്ലിയർ ആവുന്നതിനൊപ്പമേ ഈ സിനിമയിലുള്ള ഞാൻ പറഞ്ഞ കണക്കുള്ള ഒരു ലിംഗസമത്വവും അതിൽ പെൺകുട്ടിയാണോ ഒരു ടെക്നീഷ്യനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു സംവിധായകയായിട്ട് വരുന്നവർ എത്ര പേർ എന്നുള്ളത് ഇതിൻ്റെ കണക്കുകൾ എടുക്കട്ടെ. എന്തുകൊണ്ട് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല സ്ത്രീകൾക്കെന്നുള്ളത്.